ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളൊരു ഡിന്നർ വ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈവനിങ്ങിന് ഉള്ള കുറച്ച് കുക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ ഫുഡും ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് വഴുതനങ്ങ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മസാലക്കൂട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കോൺഫ്ലവർ, ഇനി അതിലേക്ക് കുറച്ച് ബീഫ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം. കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉപ്പ്, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ വഴുതനങ്ങ ഇതിൻ്റെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന മസാല കോൺഫ്ലവറും അതുപോലെ തന്നെ ബീഫ് മസാലയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നീട് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു. ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എയർ ഫ്രയറിലേക്ക് ഒരു 15 മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിനകത്തേക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ 160 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പം തന്നെ നമ്മുടെ ആ ഒരു വഴുതനങ്ങയൊക്കെ നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നല്ല കണ്ടില്ലേ, വഴുതനങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുറച്ചും കൂടെ ഒക്കെ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് വരും, ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് തന്നെ ഇതിനിടയ്ക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ളത് രസമുണ്ട്. പിന്നെ നമ്മുടെ എയർ ഫ്രൈ ചെയ്ത വഴുതനങ്ങയുണ്ട്. പിന്നെ കുറച്ച് ചെറിയ മത്തി പറ്റിച്ചതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുരിങ്ങയില തോരൻ, ക്യാബേജ് അല്ലേ, ഇത് വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ്. ഇഷ്ടമായോ? എനിക്ക് തിന്നാൻ ഭയങ്കര ടേസ്റ്റും വെള്ളം വന്നിട്ട് രസം. ഇനി നമ്മുടെ മീൻകറി രസം ഒഴിച്ചായിരുന്നോ? രസം, മുരിങ്ങയില തോരൻ, മീൻകറി, വഴുതനങ്ങ ഫ്രൈ എല്ലാം കൂടെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എയർ ഫ്രയറിൻ്റെ വഴുതനങ്ങ? സത്യത്തിൽ വഴുതനങ്ങ കഴിക്കാത്ത ഒരാളാണ്. എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിയിട്ട്? സൂപ്പർ, ഇഷ്ടപ്പെട്ടു. എയർ ഫ്രയർ ഒരു വീട്ടിൽ മേടിക്കുന്നത് എങ്ങനെയാണ്, നഷ്ടമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ എയർ ഫ്രയർ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ വ്ലോഗ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.